അല്ലോ ഇങ്ങനത്തെ ഇസ്ലാമിലെ പെണ്ണുങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണോ എന്ന്. ലോകത്ത് ഇസ്ലാമിനെ മനോഹരമായി ഇഷ്ടപ്പെട്ട് 100% ഇസ്ലാമിനെ പ്രണയിച്ച് അതെൻ്റെ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണെന്ന ബോധത്തിൽ ഏറ്റെടുത്ത് എന്നാൽ വിവിധ മേഖലകളിൽ വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്യുന്ന എത്ര വനിതകളുണ്ട് മതം പാലിച്ചുകൊണ്ട് തന്നെ. ഇത് മതം വിലക്കിയതാണോ? അല്ലെങ്കിലും എന്തൊരു തമാശയാണിത്. കേരളത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാരെ പലപ്പോഴും എടുക്കുക, എന്നിട്ട് ഒരു പ്രാവശ്യം ഒരാളെ പറ്റി പറയാം, മൂപ്പരാ കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ വിരോധി. പിന്നെ വേറൊരാളെ പറ്റി തന്നെ പറയാം, മൂപ്പരാണ് ഏറ്റവും വലിയ സ്ത്രീ വിരോധി. എങ്ങനെ രണ്ടാളെ ഏറ്റവും വലിയതാവല്? ഈ പറയപ്പെടുന്ന സ്ത്രീ വിരോധികൾക്കൊന്നും ഭാര്യമാരില്ലേ, പെൺകുട്ടികളില്ലേ, സഹോദരിമാരില്ലേ? വിദ്വേഷം കാരണം ഇവരൊന്നും അവരോടൊരു മൈൻഡും ചെയ്യാറില്ലേ? ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞാൻ വ്യക്തിനിഷ്ഠാവും കരുതിയിട്ട് പറയാതിരിക്കുകയാണ്. എൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ കമൻറ്റിലുണ്ട്, എൻ്റെ ഭാര്യയും എൻ്റെ മോളും ഒന്നും ഇതുവരെ സൂര്യപ്രകാശം കണ്ടിട്ടുണ്ടാവില്ല, അവരേതോ ഒരു ഗുഹയിലിട്ട് വളർത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഡ്രൈവ് ചെയ്തത് ഇവരെയും കൊണ്ട് സിയാറത്തിനും വയനാട്ടിലൂടെ ഒക്കെ പോയിട്ട് 299 കിലോമീറ്ററാണ്. ഞാനൊരു ദിവസം ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തത് അതാണ്. ഇതൊരു വ്യക്തിനിഷ്ഠമായ വർത്താനാണ്, ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും. അത് പാടില്ലേ? സ്ത്രീകളുമായി സിയാറത്തിന് പോകാൻ പറ്റില്ലേ? സ്ത്രീകളുമായി നാട് കാണാൻ പോകാൻ പറ്റൂലേ? മതം പാലിച്ച്, അതാണ് ഞാൻ പറയുന്നത്. അപ്പത്തിന് സ്വാതന്ത്ര്യം പോയി എന്ന് പറയരുത്. ക്ലാസ്മേറ്റ് ആവുന്ന പുരുഷനോടൊപ്പം പോകണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇസ്ലാം വേണ്ട എന്ന് പറയും. ആങ്ങളനോടൊപ്പം, അമ്മാവനോടൊപ്പം, ഉപ്പനോടൊപ്പം, വല്യപ്പനോടൊപ്പം, സഹോദരനോടൊപ്പം മതത്തിന്റെ നിയമവശങ്ങൾ പാലിച്ചുകൊണ്ട് ആരെങ്കിലും സ്ത്രീ യാത്ര ചെയ്താൽ, ഏതെങ്കിലും സ്ത്രീ യാത്ര ചെയ്താൽ അപ്പോഴേക്ക് മതം ദേ പ്രശ്നമാക്കിയെന്ന് വരുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഒരു കൂട്ടം സ്ത്രീകളും ഒരു കൂട്ടം മന്യപുരുഷരും ഒന്നിച്ച് ടൂറ് പോകുമ്പോൾ മതം ഇടപെടേണ്ടി വരും. കാരണം അതുകൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പ് സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കും. ഞങ്ങൾ ഫുൾ സേഫാന്ന് പറയാം. പെണ്ണിന്റെ സൗന്ദര്യം പോലും അന്യന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നതാണ് എല്ലാ ധർമ്മ സംഹിതകളുടെയും പ്രഖ്യാപനം, ഇസ്ലാമായിട്ടല്ല. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, എന്നെ ശ്രവിക്കുന്ന സ്ത്രീജനങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടത്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യന്, സ്ത്രീക്ക് പ്രത്യേകിച്ച് നൽകിയത് ഇസ്ലാമാണ്. പക്ഷേ സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നാശത്തിന്റെ ഏർപ്പാട് മതം സ്ത്രീക്കോ പുരുഷനോ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രത്തിൽ ചില ഇളവുകൾ ഉണ്ടാവും. കാരണം കാര്യമായ രീതിയിൽ ജോലി ചെയ്യേണ്ടത് അവനാണ്, പുറത്തിറങ്ങി പ്രവർത്തിക്കേണ്ടത് അവനാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വീട്ടിൽ 100% അവളുടേതായ ആസ്വാദകളുമായി ജീവിക്കുന്നതിനൊരു വിലക്കും അത് ഏർപ്പെടുത്തുന്നില്ല. നേരെ മറിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചെലവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ, ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെങ്കിൽ, വിദ്യാഭ്യാസത്തിന് പണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ മതം ചോദ്യം ചെയ്യും. അതുകൊണ്ട് പുരുഷന് ജോലിക്ക് പോവേണ്ടി വരും. കഠിനമായ ജോലികൾ ചെയ്യുക എന്നത് പുരുഷന്റെ ശരീരത്തോട് യോജിച്ചതാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ വഴങ്ങൂല. അപൂർവമായി പല സ്ത്രീകളും ഉണ്ടാവും. അപൂർവതയെ പൊതുനയമാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ പുരുഷൻ നിർബന്ധിതനാകുമ്പോൾ അവൻ്റെ വേഷവിധാനങ്ങളിൽ സമ്പൂർണത സംവിധാനിക്കാൻ ഈ ജോലി എന്നതുകൊണ്ട് തന്നെ പ്രയാസം ഉണ്ടാകും. സ്ത്രീയുടെ ശരീരം അങ്ങനെയല്ല, കഠിനമായ ജോലിക്ക് പാകപ്പെട്ടതല്ല. അത് പരമാവധിക്കപ്പുറം മൃദുവാണ്. അങ്ങനെ ആയിരിക്കണം. സ്ത്രീയുടെ മാനസികാവസ്ഥ പുരുഷന്റെ അത്ര കഠിനമല്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ സ്ത്രീകൾ മുഖം പൊത്തി കരയാണ് പതിവ്. പുരുഷനാണെങ്കിൽ അത് കണ്ട് എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണമായിരിക്കും ചെയ്യാം. ഒരാള് ഉപദ്രവിക്കാൻ വന്നാൽ പുരുഷൻ അറ്റാക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. സ്ത്രീ പരമാവധിക്കപ്പുറം
ഓടി ഒളിക്കാനോ വിധേയപ്പെടാനോ ആയിരിക്കും ശ്രമിക്കുക. അത് ഏതെങ്കിലും വിരുദ്ധരായ സ്ത്രീകളില്ല എന്നല്ല, ഇത്തരം സ്ത്രൈണ സ്വഭാവമുള്ള പുരുഷരും ഇല്ല എന്നല്ല, നേരെ മറിച്ച് പൊതുവെ ഇങ്ങനെയാണ് നിയമം. അതുകൊണ്ട് തന്നെ സ്ത്രീ കുറച്ചുകൂടെ പവിത്രയാണ്, കുറച്ചുകൂടെ സംരക്ഷണം അർഹിക്കുന്നവളാണ്. അതുകൊണ്ട് സ്ത്രീയെ പരിശുദ്ധ ഇസ്ലാം വളരെ സുരക്ഷിതമായ രീതിയിൽ സംരക്ഷിക്കുന്നു. പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ കർമ്മല്ലേ. ഈ സമൂഹം നിലനിന്ന് പോകാൻ അത് നിർബന്ധമാണ്. പുരുഷൻ എത്ര ശ്രമിച്ചാലും അത് സാധ്യമല്ല. അത് സ്ത്രീക്കേ പറ്റൂ. തെറ്റിദ്ധരിപ്പിക്കരുത്. സ്ത്രീയെ പ്രസവിക്കാനേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ട് ശൈഖുന കാന്തപുര ഉസ്താദ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സ്ത്രീയെ പ്രസവിക്കാനേ പറ്റൂ എന്നും പറഞ്ഞ് വൻകിട മുത്തശ്ശി പത്രങ്ങൾ പോലും വിവാദം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പ്രസവിക്കാൻ സ്ത്രീക്കേ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഊന്നലും മാറരുത്. പുരുഷൻ എന്തൊക്കെ മെനക്കെട്ടിട്ട് എന്താ കാര്യം? ഇപ്പൊ നിലവിൽ ഈ സർജറി ഒക്കെ നടത്തിയിട്ട് പുരുഷൻ പെണ്ണാവാറുണ്ടല്ലോ. അവർക്ക് പ്രസവിക്കാൻ പറ്റൂ? ഇല്ല, പ്രസവിക്കാൻ പറ്റില്ല. വേറെ എന്തൊക്കെ പ്രകടമായ രീതിയിൽ സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറാൻ പറ്റും, പ്രസവിക്കാൻ പറ്റില്ല. അത് സ്ത്രീക്കേ പറ്റൂ. ആ ഒരു ധർമ്മം അവർ നിർവഹിക്കണം. ഗർഭകാലത്ത് അവൾക്ക് ജോലിക്ക് പോകാൻ നിർബന്ധിപ്പിക്കാൻ പറ്റും. പ്രസവം കഴിഞ്ഞ ഉടനെ ശാരീരികമായ അവശതകൾ ഉണ്ടാകുമ്പോൾ അവൾ ജോലിക്ക് പോകണമെന്ന് നിർബന്ധം വെക്കാൻ പറ്റുമോ? ആണും പെണ്ണും ഒരുപോലെ അധ്വാനിക്കട്ടെ എന്ന് പുതിയ കാലത്ത് ആരൊക്കെയോ പറഞ്ഞ് ഈ സ്ത്രീകളെ പീഡിപ്പിക്കുമ്പോൾ അത് പാടില്ലെന്നും അവർക്ക് പലപ്പോഴും റെസ്റ്റ് വേണ്ടി വരുമെന്നും കഠിനമായ ജോലിക്ക് അവരുടെ ശരീരം പാകമല്ലെന്നും ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് മതം പറയുമ്പോൾ അവരെ അവഗണിച്ചു എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായ വിവാദം. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് റൂമിലെ 21-ാമത്തെ വാക്യം, മനുഷ്യനെ കുടുംബപരമായ ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയണ ആ ഭാഗയെന്ന് ഉപയോഗിക്കണില്ല കേട്ടോ. വസ്തുത അതാണെന്ന് 100% നമുക്കൊക്കെ ബോധ്യമാണ്. ഇവരൊക്കെ പറയുന്നത് പ്രകാരം പ്രകൃതിപരമായി പരിണാമപരമായി പുരുഷനും സ്ത്രീയും രൂപപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. പരിണാമപരമായി പുരുഷനും സ്ത്രീയും രൂപപ്പെട്ടു എന്ന് സങ്കല്പിക്കുക ഇവർ പറയുന്നത് പ്രകാരം. എന്നാൽ പുരുഷൻ ചെയ്യുന്ന എല്ലാ മേഖലയിലും വളഞ്ഞ് വ്യാപിക്കേണ്ടവരാണ് സ്ത്രീയെങ്കിൽ പുരുഷന്റെ മാനസിക ശാരീരിക പ്രകൃതം പരിണാമപരമായി സ്ത്രീക്കും വരണ്ടേ? അല്ലെങ്കിൽ സ്ത്രീ ചെയ്യുന്ന എല്ലാ പരിപാടികളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുരുഷനെങ്കിൽ സ്ത്രീയുടെ ആ രീതിയിലുള്ള അവസ്ഥയും ശാരീരികമായ സോഫ്റ്റ്നെസ്സും ശാരീരികമായിട്ടുള്ള അവസ്ഥകളും പുരുഷന് വരണ്ടേ? ഇല്ല, രണ്ടും വ്യത്യസ്തമാണ്. പൂവൻകോഴിയും പടക്കോഴിയും ഒന്നല്ല. ആൺമാനും പെൺമാനും വലിയ വ്യത്യാസമുണ്ട്. ആൺമാന്റെ കൊമ്പ് പടർന്നു പിടിച്ചടിക്കും, പെൺമാനെ കണ്ട ആട്ടുംകുട്ടിയാൻ തോന്നും. ആൺമയിലും പെൺമയിലും ഒരുപോലെയല്ല. ആണാനയും പെണ്ണാനയും ഒന്നല്ല. പശുവും മൂരിയും ഒരേ മോഡലല്ല. ഇത് പ്രകൃതി അങ്ങനെ സംവിധാനിച്ചു, പരിണാമപരമായി അങ്ങനെ ആയി എന്ന് സങ്കല്പിക്കുക. എന്തുകൊണ്ടാണ് പരിണാമത്തിൽ അങ്ങനെ വന്നത്? സ്ത്രീ ഇങ്ങനെ ആവണം എന്നതുകൊണ്ട്, പുരുഷൻ ഇങ്ങനെ ആയിക്കൂടാ എന്നതുകൊണ്ട്. ഈ പ്രകൃതിയുടെ രീതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി രണ്ടുപേരും ഒരേപോലെയാണെന്ന് പറഞ്ഞു പ്രലോഭിപ്പിച്ചത് കൊണ്ട് എങ്ങനെ ഇത് ശരിയാവുക? മതം വസ്തുതയോടൊപ്പം നിൽക്കുന്നു. ഈ രണ്ട് വ്യത്യാസങ്ങളെയും മതം അംഗീകരിക്കുന്നു. രണ്ടു പേർക്കും സംഗതമായ രീതിയും നിയമവും മതം സംവിധാനിച്ചു തന്നിരിക്കുന്നു. അപ്പോ ഇസ്ലാം സ്ത്രീവിരുദ്ധം എന്ന് പറയാൻ പറ്റുമോ? എന്താ പുരുഷവിരുദ്ധം എന്ന് പറഞ്ഞൂടെ ഇസ്ലാമിനെ കുറിച്ച്? ജോലിയൊക്കെ പുരുഷനെ ഏൽപ്പിച്ചു, പുരുഷവിരുദ്ധം. മക്കളെയും പെണ്ണുങ്ങളെയും സംരക്ഷിക്കേണ്ട എല്ലാ ബാധ്യതയും പുരുഷന്. അതുകൊണ്ട് ഇസ്ലാം പുരുഷവിരുദ്ധം. സ്ത്രീക്കും കൂടെ അത് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പലപ്പോഴും ചില ആളുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു പുരുഷ സംഘടന രൂപപ്പെട്ടിട്ട് അവരിവിധം പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിപരമായി പരിണാമപരമായി എന്തിനാ പുരുഷവർഗം ഈ രീതിയിലും സ്ത്രീവർഗം മറ്റൊരു രീതിയിലും സംവിധാനിക്കപ്പെട്ടത്? അതിന് രണ്ടിൻ്റെതായ ധർമ്മമുണ്ട് എന്നതുകൊണ്ട് മാത്രം. അതിൽ നിന്ന് അവരെ മാറ്റാൻ ശ്രമിക്കുന്നോ അത് പ്രകൃതിപരമായി ദുരന്തം സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകം ഇന്നത് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ ഉസ്താദുമാരും സ്ത്രീ വിരുദ്ധരാണ്.
സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ ആർദ്രത പുലർത്തുന്നത് കൊണ്ടാണ് സ്ത്രീയെ നൈസർഗികമായി ജീവിക്കാൻ വിടണമെന്ന് ഉസ്താദുമാർ പറയുന്നത്. പുരുഷനെ പുരുഷനായി കാണുന്നത് കൊണ്ടാണ് പുരുഷനെ പുരുഷന്റെ രീതിക്ക് തന്നെ അനുവാദം നൽകണമെന്ന് മതം നിശ്ചയിച്ചത്. ഇതിന് വിരുദ്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ പ്രകൃതിയുടെ നിയമം പറയുന്ന ഉസ്താദുമാരെല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്താ ഇത് വെള്ളരിക്ക പട്ടണമാണോ? ലോകത്തെ ഇതുവരെയുള്ള ചരിത്രം മൊത്തം പരിശോധിക്കൂ. വിരലിലെണ്ണാവുന്ന സ്ത്രീജനങ്ങളെ മാറ്റി നിർത്തിയാൽ ലോകത്ത് നടന്ന എല്ലാ വിപ്ലവത്തിന്റെയും നെടുനായകത്വം പുരുഷനായിരുന്നു. എല്ലാ വിപ്ലവവും നീതിപൂർണ്ണമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല, വാദമില്ല അങ്ങനെ. പക്ഷെ അതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് പുരുഷനായിരുന്നു. അന്ന് ഫെമിനിസം രൂപപ്പെട്ടിട്ടില്ല. അന്ന് സ്ത്രീയും പുരുഷനും വ്യത്യസ്ത ദന്തങ്ങളല്ല, എല്ലാം ഒന്നാണെന്നുള്ള രൂപയിലുള്ള വാദങ്ങളൊന്നും വന്നിട്ടില്ല. തോൽപ്പിക്കേണ്ട ആവശ്യവും വന്നില്ലായിരുന്നു ഏതെങ്കിലും ഒരു വർഗത്തെ. പക്ഷെ പ്രകൃതിപരമായി അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട സ്ത്രീകളെ ദുരന്തത്തിലേക്കും അടിമത്തത്തിലേക്കും നോക്കുങ്ങള്. സ്വന്തം ഔറത്ത്, ശരീരം, നഗ്നത മറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാതെ പീഡിപ്പിക്കുന്നു. എന്നിട്ട് എല്ലാ പുരുഷന്റെയും മുമ്പിൽ നിന്റെ സൗന്ദര്യം, ആകാര സൗഷ്ഠവം, നിന്റെ ശരീരത്തിന്റെ ആകർഷണീയത പ്രകടിപ്പിച്ച് നടക്കണമെന്ന അടിമത്തത്തിലേക്ക് ഈ സ്ത്രീകളെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു കൊണ്ടുപോകുന്നു. പ്രണയത്തെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് ഒപ്പിക്കാലോ എന്ന് കരുതിയിട്ട്. പെൺകുട്ടികളുടെ ശക്തനായ വിരോധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ഒരു പെൺകുട്ടികൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് അവർക്ക് ഏറ്റവും ദോഷമാവുന്ന പ്രണയത്തെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചതിനെ അലക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളത്ര സ്ത്രീവിരോധികളല്ല എന്നതിന് തെളിവാണ് അവർ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എതിർക്കാതെ വിട്ടത്. എന്നിട്ട് പറയും കുട്ടികൾ എന്തൊക്കെ പറഞ്ഞു, അതിൽ നിന്ന് ഇതുമാത്രം അടർത്തിയെടുത്തിരിക്കുന്നു. അതുമാത്രമായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. പ്രണയിച്ചു ഓടിപ്പോയവരെ കുറിച്ചുള്ള വനിതാ മാസികയിലെ ദീർഘമായ ലേഖനം ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയണില്ല അതേക്കുറിച്ച്. ഈ രംഗത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആവുന്ന ഡോക്ടർ മാത്യു വല്ലൂരിന്റെ പല പുസ്തകങ്ങൾ ഞാൻ അതേക്കുറിച്ച് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പ്രണയം കൊണ്ട് സ്ത്രീകൾക്കുണ്ടാവുന്ന ദോഷങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഏറ്റവും പുതിയ ഗ്രന്ഥം വരെ ഞാൻ ഉദ്ധരിച്ചിരുന്നു, ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകം. ഒരക്ഷരം ഉണ്ടെന്നില്ല. എൻ്റെ സൈക്കോളജി അനുഭവങ്ങൾ എന്ന പേരിൽ സ്ത്രീയാവുന്ന ഡോക്ടർ തന്നെ എഴുതിയ പുസ്തകത്തിലെ പ്രണയത്തിന്റെ പ്രശ്നങ്ങൾ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒരക്ഷരം പറഞ്ഞില്ല. പിന്നെ എന്തു പറഞ്ഞു? കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ ആള് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാര്യമുണ്ടോ? പ്രണയിച്ചു പോയ പെൺകുട്ടികളൊക്കെ മനോഹരമായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പഠിക്കണ്ടേ? അപൂർവത്തിൽ അപൂർവമായി രണ്ടുപേർക്ക് ഉദ്യോഗം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങനെ അഭിനയിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട്? പ്രണയത്തിന്റെ ഹോർമോൺ 1.5 മുതൽ 2 വർഷം വരെയാണ് സജീവമായിട്ട് നിലനിൽക്കുക. അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോവും. പിന്നെ പണ്ടത്തെ ലോക്യവും ആശ്വാസമൊക്കെ നശിച്ചില്ലാണ്ടാകും. പിന്നെ നഷ്ടബോധങ്ങളെ കുറിച്ചുള്ള ചിന്ത വരും. പിന്നീട് എല്ലാ ബന്ധങ്ങളും പ്രണയബന്ധങ്ങൾ തകർച്ചയിലേക്ക് എത്തിച്ചേരും. ആത്മഹത്യകൾ സംഭവിക്കും. കുഞ്ഞു കുഞ്ഞു മക്കളെ കൊന്നൊടുക്കിയിട്ട് രണ്ടുപേരും ആത്മഹത്യ ചെയ്യും. ഇത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമാണെന്ന് പറയാൻ പാടില്ലേ? അല്ല, ഇവരൊക്കെ കരുതിയ പോലെ എല്ലാവരും ഇഷ്ടമുള്ളവരോടൊപ്പം നടന്ന് പ്രണയിച്ചോളൂ, കാമിച്ചോളൂ എന്ന് പറയണോ നമ്മളെല്ലാവരും? പുതിയ കാലത്തെ ചില വാർപ്പ് മാതൃകകൾ അങ്ങനെയാണ്. പെൺകുട്ടികൾക്ക് ഇത് ദോഷം ചെയ്യുമെന്ന് അവരോട് പറയാൻ പാടില്ല എന്ന് ശടിക്കാണ് ചില ആളുകൾ. ചാടിച്ചു കൊണ്ടുപോയിട്ട് അവരെ വേശ്യത്തെരുവുകളിൽ വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന് എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീപക്ഷ പ്രസിദ്ധീകരണമാവുന്ന വനിതയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അന്നത്തെ വലിയ പോലീസ് ഓഫീസർമാരുടെ റിപ്പോർട്ടാണ്. ചാടിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷത്തെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ലാന്ന്. റെയിൽവേയിലും മറ്റും കാണുന്ന അബദ്ധങ്ങൾ ഇതാണോന്ന് അന്വേഷിക്കണമെന്ന് വനിത ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാം, അതുമാത്രം അടർത്തിയെടുത്തിട്ട് മുസ്ലിയാർ സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്.
മുസ്ലിയാർ സ്ത്രീ വിരുദ്ധനായതുകൊണ്ടല്ല, സ്ത്രീകൾ മാന്യമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എവിടെ സ്ത്രീ വിരുദ്ധത? എവിടെ സ്ത്രീ വിരുദ്ധത? ഇസ്ലാം പഠിച്ച ഒരാൾക്ക് എങ്ങനെ സ്ത്രീ വിരുദ്ധനാവുക? ഭക്ഷണം മറ്റും വാങ്ങിക്കൊണ്ടുവന്നാൽ നിന്റെ പെൺമക്കൾക്ക് കൂടുതൽ നൽകണമെന്നതിനെ കുറിച്ച് ഹദീസ് സുലഭമായി ഉദ്ധരിച്ച് ഇമാം ഗസാലി ചർച്ച ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് ഭക്ഷണം മറ്റും വാങ്ങിച്ചു കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഫുഡുകൾ മേടിച്ചു കൊണ്ടുവന്നാൽ പെൺകുട്ടികൾക്കാണ് മൂപ്പോരി കൊടുക്കേണ്ടത്. സാധാരണഗതിയിൽ ചിലപ്പോൾ ആണൊക്കെ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിലാണ് പെൺകുട്ടികൾക്ക് കിട്ടുക. ഇസ്ലാം അറിയുന്നൊരു വീട്ടിൽ അത് സംഭവിക്കില്ല. എന്തുകൊണ്ട്? ആൺകുട്ടിക്ക് പുറത്തിറങ്ങിയാലും മറ്റു പലതും കിട്ടാൻ സാധ്യതയുണ്ട്. അവന് പുറത്തിറങ്ങാനുള്ള നിരവധിയായ അവസരങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് നമ്മൾ കൊണ്ടുവരുന്നത് മിക്കവാറും ഉണ്ടാവും. അതുകൊണ്ട് മൂത്ത ഒരു പെൺകുട്ടികൾക്ക് കൊടുക്കണമെന്ന ഇമാമുന ഗസാലി തങ്ങളുടെ വിശദീകരണം വായിച്ച ഒരാൾക്ക് എങ്ങനെ സ്ത്രീ വിരുദ്ധനാകാൻ പറ്റും? എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധനാവാൻ പറ്റുക? അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ത് എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി നിർവചിക്കണമെന്ന് വിമർശകരോടും ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരോടും ഓർമ്മപ്പെടുത്താണ്. പ്രധാനമായി പ്രാവശ്യമൊക്കെ ഉദ്ധരിക്കപ്പെട്ടൊരു സംഗതി ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പച്ചക്ക് പരിഹസിച്ച് ചില മുസ്ലിം പേരുള്ള എക്സുകൾ നിരന്തരമായി പറയുന്ന ക്ലിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെയാകുമ്പോഴേ ഇവർ എക്സ് ആവുള്ളൂ എന്നുള്ള ബോധമുള്ളത് കൊണ്ട്. അങ്ങനെ ആവുമ്പോഴേ ഇവർ എക്സ് ആവുള്ളൂ, അതാണ് അതിൻ്റെ ബോധം. എക്സ് MLA എന്ന് പറഞ്ഞാൽ MLA അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. MLA ഒപ്പിട്ട് ഒപ്പ് പിന്നെ ഒപ്പിടാൻ പറ്റൂല. എൻ്റെ ഉപ്പുപ്പാക്കർ ആരുണ്ടായിരുന്നു, പണ്ട് ഞാൻ MLA ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടാൽ അത് സ്വീകാര്യമല്ല. എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് മൂപ്പര് നല്ല ഉഷാറുണ്ടായിരുന്നു, ഇപ്പൊ മൂപ്പര് ഉഷാറല്ല എന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എക്സ് IPS ഓഫീസർ അവരുടെ പേരിന് പിറകിൽ IPS എന്ന് എഴുതിയതിനെ കോടതി ഒഴിവാക്കിയത്? കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒഴിവാക്കിയത്. അത് ചേർക്കാൻ പാടില്ല എന്ന്. അവർ IPS ആയപ്പോൾ വളരെ ഉഷാറായിരുന്നു, ഇപ്പൊ IPS അല്ല എന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ ആ പാർട്ടിക്കാർ ചിലയിടത്തൊക്കെ എക്സ് എന്ന് ചേർത്തിട്ട് IPS എന്ന് എഴുതിയെന്നാണ്, എന്ന് വെച്ചാൽ IPS അല്ല എന്നർത്ഥം. അപ്പം നല്ല മനോഹരമായൊരു സംവിധാനത്തിൽ ജീവിച്ചു പോയിരുന്നു, ഇപ്പം എക്സായി. അങ്ങനെ ആവുമ്പോൾ അവർ റസൂലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്കതിൽ പ്രത്യേകിച്ചൊരു കൗതുകം തോന്നണില്ലേ? പക്ഷെ പറയുന്ന ആളുകൾ ഈ പരിസരത്തെക്കുറിച്ചുള്ളൊരു ബോധമെങ്കിലും വേണ്ടേ? എന്തായിരുന്നു ഇന്ത്യയിലെ കല്യാണം കഴിക്കുന്നതിൻ്റെ നിയമം? ബ്രിട്ടീഷുകാർ 10-ാം വയസ്സിലെ പെൺകുട്ടികളെ കെട്ടിക്കാൻ പാടുള്ളൂ എന്ന ആദ്യത്തെ പെൺകുട്ടികളുടെ വിവാഹ സംബന്ധിയായ വയസ്സ് പറയുന്ന നിയമം കൊണ്ടുവന്നപ്പോൾ ബാലഗംഗാധര തിലകനടക്കം അതിനെതിരെ സമരം ചെയ്തു. ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എത്ര പ്രഗത്ഭനാണ്! അദ്ദേഹം അതിനെതിരെ സമരം ചെയ്തു. ഏത് കാലത്ത്? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത്, 6-ാം നൂറ്റാണ്ടിലൊന്നുമല്ല. അവിടെ നിന്നിട്ട് നമ്മളോട് പോരണം. നമ്മളൊക്കെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന കുറേ ഭൗതികരാകുന്ന നമ്മുടെ നേതാക്കളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം, പഠിക്കണം. അവരുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധം വേണം. അങ്ങനെ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈയിടെ പോലും വളരെ വൃത്തികെട്ട രീതിയിൽ 9-ാം വയസ്സിൽ ആയിഷ ബീവിയുമായി ദാമ്പത്യ ജീവിതം തുടങ്ങിയതിനെ പച്ചക്ക് തെറി പറഞ്ഞിട്ട്, അല്ലോ ആ ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ആ എക്സുകാരൻ പറയുന്നത് ഏതോ ഒരു ഉസ്താദിനെ കുറിച്ച്, അയാൾ സ്ത്രീകളെ കുറിച്ച് തെറിയേ പറയുള്ളൂ. ഒരെണ്ണം അയാൾക്ക് ഉദ്ധരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ അയാൾ ഉദ്ദേശിച്ച തെറി? സ്ത്രീകൾ മാന്യമായി ജീവിക്കണം എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ ഈ ചങ്ങാതി പറയുന്ന പച്ചത്തെറിക്കൊരു കണക്കില്ല. എന്താ കാര്യം? റസൂലുള്ളാഹി ആയിഷ ബീവിയോടൊപ്പം ഈ 9-ാം വയസ്സിൽ കുടുംബജീവിതം ആരംഭിച്ചു എന്നുള്ളത്. നമുക്ക് ചില കഥകൾ അങ്ങനെ പറയണം. വാൽമീകി രാമായണത്തിലെ ശ്ലോകങ്ങൾ പ്രകാരം അയോധ്യ വിട്ടുപോകുന്ന സമയത്ത് രാമന് 25 വയസ്സും സീതക്ക് 18 വയസ്സുമായിരുന്നു. ഓക്കെ, അവര് 12 വർഷം അയോധ്യയിൽ ജീവിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് വിട്ടുപോകുന്നത്. അപ്പൊ സീതയുടെ 18 വയസ്സിൽ നിന്ന് 12 വയസ്സ് കുറച്ചാൽ
രാമൻ കല്യാണം കഴിക്കുന്ന കാലത്ത് സീതാദേവിക്ക് 5-5.5 വയസ്സാണ് പ്രായം. എന്നിട്ട് പച്ചക്കാരെങ്കിലും തെറി പറയുന്നുണ്ടോ? ശ്രീരാമന് തെറി പറയണം എന്നല്ല നമ്മൾ പറയണത്. അന്യമതക്കാർ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ മോശമാക്കി പറയരുത് എന്ന് ഖുർആൻ കർശനമായി മുസ്ലിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ 9 വയസ്സ്, 5 വയസ്സിൽ നിന്ന് 9ലേക്ക് എത്താൻ 4 വയസ്സ് കഴിയണം. ഇനിയും ചില ആളുകളുടെ കണക്ക് നമുക്ക് പറയാം. രവീന്ദ്രനാഥ ടാഗോർ, നമ്മുടെ ദേശീയ ഗാനം പോലും അദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോൾ 9 വയസ്സുള്ള മൃണാളിനി ദേവിയെ അദ്ദേഹം കല്യാണം കഴിക്കുന്നു. 9 വയസ്സ്. നമ്മുടെ ഭരണഘടന നിർമ്മിച്ച ഭീംറാവു അംബേദ്കർ, അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ 8 വയസ്സുള്ള രമാബായിയെ അദ്ദേഹം കല്യാണം കഴിക്കുന്നു. രമാബായി ഭീംറാവുവിനെ അംബേദ്കർ കല്യാണം കഴിക്കുന്നു. എന്നുവെച്ചാൽ അംബേദ്കറിന്റെ ഭാര്യയ്ക്ക് 8 വയസ്സായിരുന്നു പ്രായം. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ വല്ലഭനാകുന്ന ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന ജാനകി അമ്മാളിനെ കല്യാണം കഴിക്കുമ്പോൾ ജാനകി അമ്മാളിന് 10 വയസ്സായിരുന്നു പ്രായം. 1899 ജാനകി അമ്മാൾ ജനിക്കുന്നത്. കല്യാണം നടക്കുന്ന 1909. ഇതൊന്നും 2 സംഗതികളൊന്നുമല്ല. ബൈബിൾ അനുസരിച്ച് 3 വയസ്സാണ് കുട്ടിയുടെ കല്യാണ പ്രായം, പെൺകുട്ടിയുടെ. എല്ലാവരും ചെറിയ കുട്ടികളെ കെട്ടിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൂടി നോക്കണ്ട നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷം അവരെ കൂട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നു. പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പലപ്പോഴും പിറകെ നടക്കുന്നുണ്ട്, ആയിഷുവിനെ കൊണ്ടുവന്നില്ല എന്ന് വെച്ചിട്ട്. ഐഷാബിയുടെ ഉമ്മയാകുന്ന ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ കല്യാണം നടത്തുന്നിടം മുതൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അവരൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തോട് നീരസം പറഞ്ഞിട്ടില്ല. എന്നല്ല, സിദ്ദീഖ് തങ്ങളുടെ പിറകെ നടന്നത്, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് ഉമ്മു റൂമാനായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ മുന്നേ മുത്അമിൻ്റെ മകനുമായി ആയിഷ ബീവിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ 6-ാം വയസ്സിൽ ആയിഷ ബി ഭാര്യയായിട്ട് പോകുമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഉമ്മു റൂമാൻ, നിങ്ങൾ ആ മുത്തമിൻ്റെ മോനെ കൊണ്ടൊന്നും കെട്ടിക്കേണ്ട, നബി തങ്ങളുണ്ട് കല്യാണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ എന്നും സത്യസന്ധനായിരുന്ന സിദ്ദീഖ് തങ്ങൾ ഇയാളുടെ വീട്ടിൽ പോകണുണ്ട്, മുത്തമിൻ്റെ വീട്ടിൽ. ഞങ്ങൾ പുതിയൊരു അന്വേഷണം കിട്ടിയിട്ടുണ്ട്, ഇത് ഉറപ്പിക്കണുണ്ടോ, എന്നാ കല്യാണം നടത്താമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് പറയണത്, ഇല്ല, നിങ്ങൾ വേറെ ആൾക്ക് കെട്ടിച്ചു കൊടുത്തോളൂ. ആ ധൈര്യം വാങ്ങിയിട്ടാണ് ഹബീബായ റസൂൽ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. നബി അന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം കെട്ടുമായിരുന്നു എന്നർത്ഥം. റസൂലുള്ളാഹി തങ്ങളെ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചു അന്നത്തെ ശത്രുക്കൾ. സൂറത്തു അൽ ഫുർഖാനിന്റെ 7-ാമത്തെ വചനം, മാലിഹാദർ റസൂൽ യഖുലു തഅമ യംശി ഫിൽ അസ്വാഖ്. ഇതെന്ത് നബിയാണ്, അങ്ങാടി കൂടി നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത്ര പോലും ആരോപിച്ച അവർ ഇതേ 9 വയസ്സുള്ള ആയിഷ ബീവിയോടൊപ്പം കല്യാണം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞോ? ഇല്ലായിരുന്നു. അപ്പൊ എല്ലാരെയും ചെറുപ്പത്തിലെ പിടിച്ച് കെട്ടിക്കണം എന്നാണ് ഇസ്ലാമിന്റെ മസാല. നമുക്ക് ചർച്ച ചെയ്യാം. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ നിക്കാഹിന്റെ ബാബിൽ പ്രത്യേകമായി കാര്യം ചർച്ച ചെയ്യുന്നിടത്ത് മഹാനുഭാവൻ പറയുന്ന ഒരു സംഗതി, അത് കുറേയേറെ വായിക്കേണ്ടതാണ്. വളരെ സംഗ്രഹിച്ച് മാത്രം അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സമയമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. വഅലം അന്ന ശാഫിഈ വഅസ്ഹാബഹു, ഇമാമുന ഷാഫിയും അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരും ഖാലു യുസ്തഹബ്ബു അല്ലാ യതസവ്വജൽ അബു വൽ ജദ്ദു അൽ ബിക്റ ഹത്താ തബ്ലഗ. വാപ്പയാവട്ടെ വല്ലിപ്പയാവട്ടെ, ബാക്കിയുള്ളവർക്ക് അതിന് അവകാശമില്ല കേട്ടോ. വാപ്പയാകട്ടെ വല്ലിപ്പയാവട്ടെ, പെൺകുട്ടിയെ, അതായത് കന്യകയാവുന്ന പെൺകുട്ടിയെ പ്രായപൂർത്തിയായിട്ടേ കെട്ടിക്കാവൂ എന്നത് വലിയ സുന്നത്താകുന്നു. വയസ്തഇദിനഹ, അവളോട് സമ്മതം ചോദിക്കുകയും വേണം. അവളുടെ സമ്മതം കിട്ടിയിട്ട് പ്രായപൂർത്തിയായിട്ടേ പെണ്ണിനെ കെട്ടിക്കാവൂ. ബിക്റിനെ കുറിച്ചാണ് പറയുന്നത്, കന്യകയെ കുറിച്ച്. കന്യക അല്ലാത്തവരെ കുറിച്ചോ അവരുടെ സമ്മതം ഉണ്ടെങ്കിലേ കെട്ടിക്കാവൂ.
വാപ്പയാണെങ്കിലും വല്ലിപ്പയാണെങ്കിലും. ഈ ബിക്ർ എന്ന് വെച്ചാൽ കന്യകയായ പെൺകുട്ടിയെ വാപ്പയും വല്ലിപ്പ അല്ലാത്ത വലിയ സഹോദരൻ കെട്ടിക്കുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും കെട്ടിക്കുകയാണെങ്കിൽ അവർക്ക് സമ്മതം കിട്ടിയേ പറ്റൂ. പെൺകുട്ടിയിൽ നിന്ന് സമ്മതം ഇല്ലെങ്കിലും കെട്ടിക്കാനാകെ പറ്റുന്നത് വാപ്പക്കും വല്ലിപ്പക്കുമാണ്. എന്തുകൊണ്ട്? ഈ പെൺകുട്ടിക്ക് ഏറ്റവും യോജിച്ചത് ആരാണെന്നും എന്നാണ് കല്യാണം എന്നുള്ളതും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയുന്നതും ആർദ്രത കാണിക്കുന്നതും. എന്നാ വാപ്പല്ല എളാപ്പാണെങ്കിലോ മൂപ്പരൽപ്പം കഴിഞ്ഞു കിട്ടട്ടെ എഴുതിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് അടിച്ച് തീർക്കും. അത് വരാതിരിക്കാൻ അവർക്ക് കുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റൂ. വാപ്പയും വല്ലിപ്പയുമാണെങ്കിൽ പോലും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുവാനും അവരുടെ സമ്മതം കിട്ടാനും കാത്തിരിക്കണം. എന്തുകൊണ്ട്? അവൾക്ക് ഉറപ്പായിക്കൊണ്ട് ഒരു ഭർത്താവിൻ്റെ കീഴിൽ താമസിക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടി. വഹാദല്ലദീ ഖാലൂഹു, ഇമാം ഷാഫി തങ്ങളും അസ്ഹാബും പറഞ്ഞ ഈ കാര്യം ലാ യുഖാലിഫു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് മേലെ ചർച്ച ചെയ്യുന്നുണ്ട്, അതുമായി വിരുദ്ധമല്ല എന്ന് പറഞ്ഞിങ്ങനെ പോന്നിട്ട് ഈ വിഷയത്തിൽ വഅമ്മാ വഖ്തു സിഫാഫി സഗീറത്തിൽ മുസവ്വജത്തി വദ്ദുഖൂലി ബിഹാ, കല്യാണം ഏത് സമയത്തുമാവാം. കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ലൈംഗിക ബന്ധം എന്നല്ല. കല്യാണത്തിന് കുറേ ലക്ഷ്യങ്ങളുണ്ടാവും, വിസ്തരിക്കേണ്ടതാണ്. കല്യാണം ഏത് സമയത്തും ഏത് പ്രായത്തിലും ആകാമെങ്കിലും പറഞ്ഞു, ഏറ്റവും പുണ്യം പ്രായം തികഞ്ഞിട്ടാണ്. ആകാമെങ്കിലും ഈ പെണ്ണുമായി കൂടി ലൈംഗിക കുടുംബജീവിതം നയിക്കൽ എപ്പോഴാണ്? فإن اتفق الزوج والولي على شيء لا ضرر فيه على الصغيرة عمل به وإن اختلفا فقال أحمد وأبو عبيدة എന്ന് പറഞ്ഞു പോന്നിട്ട് قال مالك والشافعي وأبو حنيفة حد ذلك أن تطبيق الجماع. പെണ്ണ് ലൈംഗിക ബന്ധത്തിന് സാധ്യമാവോ അപ്പോഴാണിത് നടക്കേണ്ടത് എന്നാണ്. അതായത് പ്രായം 50, 25, 30 ആയതുകൊണ്ട് സെക്സ് നടക്കണം എന്നില്ല, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുമായി ലൈംഗിക ജീവിതം പാടില്ല. നേരെ പ്രായം കുറച്ച് കുറവാണ്, നല്ല ശാരീരിക ക്ഷമതയാണ്, സെക്സ് നടക്കും. അപ്പൊ കല്യാണം കഴിക്കലിന് പ്രത്യേകമായൊരു പ്രായമല്ലെങ്കിലും അവരുമായി കുടുംബജീവിതം നയിക്കുന്നത് ശാരീരികമായി അവർ പാകപ്പെടുമ്പോഴാണെന്ന് ഈ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ഒരു രീതി. ഞാൻ പറഞ്ഞാൽ ഇതൊരു പേജുണ്ട്, അതിൽ നിന്ന് ഏതാനും ഭാഗം മാത്രം ഞാൻ വായിച്ചതാണ്. ഷറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം റബീ റളിയല്ലാഹു അൻഹു നിക്കാഹിന്റെ ബാബ് പറയുന്നതാണ്. അപ്പൊ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രായമില്ല. അപ്പൊ ഒരു പ്രശ്നം വരും, അല്ലോന്ന് കല്യാണം കഴിക്കേണ്ട ആത്യന്തിക ലക്ഷ്യം ലൈംഗിക ബന്ധാന്ന് വിചാരിക്കരുത്. അപ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. പിന്നെന്താണ്? പല കാരണങ്ങളും ഉണ്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് എന്തിനാണ്? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബുദ്ധിമതിയും ഓർമ്മശക്തി ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് റസൂലിൽ നിന്ന് ദാമ്പത്യ കുടുംബജീവിതം അനുഭവിച്ച് സമൂഹത്തിന് പകരണം. അതിനെന്താ, കുറച്ച് വയസ്സായ ആള് പോരെ? വയസ്സായ ആള് മതിയാവും. പക്ഷേ വയസ്സായ ആള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനോടൊപ്പം അനുബന്ധിച്ച് മരണപ്പെടും സ്വാഭാവികമായിട്ട്. അപ്പൊ ഇവരിൽ നിന്ന് ഇൽമ് തലമുറകളിലേക്ക് എത്തൂല. ആയിഷ ബി റളിയല്ലാഹു അൻഹയ്ക്ക് മുത്തറസൂൽ വഫാത്താകുമ്പോൾ 19 വയസ്സ് പ്രായം. അവർ 65-ാം വയസ്സിലാണ് മരണപ്പെടുന്നത്. ഏകദേശം 49 വർഷം പിന്നെയും ജീവിച്ചു, അന്നത്തെ എല്ലാ സഹാബികളുടെയും ഉസ്താദായിട്ട്. ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ വേറെ കാണും. ലൈംഗിക ബന്ധത്തിന് സ്ത്രീ ശാരീരികമായി പാകപ്പെടണം എന്നതാണ് കണക്ക്. ബഹുഭാര്യത്വം പോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അനുബന്ധമായി ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് സമയം കഴിഞ്ഞതും ചില ശാരീരികമായ പ്രയാസങ്ങളുള്ളതുകൊണ്ടും നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പരിശുദ്ധ ദീനിൻ്റെ ഖാദിമീങ്ങളായി ദീർഘകാലം ജീവിപ്പിക്കുമാറാവട്ടെ. ഇസ്ലാമിനെതിരെയുള്ള എല്ലാ വിദണ്ഡവാദങ്ങളെയും പ്രതിരോധിക്കാൻ പടച്ച റബ്ബ് ദീനിൻ്റെ ഖാദിമീങ്ങൾ എന്ന രീതിയിൽ നമുക്കൊക്കെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.